സോഷ്യൽ സെക്ഷൽ ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിൽ മെയിൽ പേഴ്സണാലിറ്റിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ കോൺഫിഡൻസ്, ബിഹേവിയർ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയിൽ പെട്ട ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തർക്കും അവരുടേതായ യൂണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇതിൽ 6 ടൈപ്പാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തത് ആൽഫ മെയിൽ. ഇവരൊന്നിനെയും ഭയക്കാത്തവരായിരിക്കും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ബോൾഡ് ആയിരിക്കും, അധികാരഭാവമുള്ളവരായിരിക്കും. ഈ കമ്പനിയുടെ CEO ഒക്കെ ഇല്ലേ, അവരൊക്കെ ആൽഫ മെയിലാണ്. ഇവർ ആരെയും സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരായിരിക്കും, നാച്ചുറൽ ലീഡേഴ്സ് ആയിരിക്കും. അതുപോലെ ആൾക്കാരുടെ ഇടയിൽ ഇവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പേടിക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യുന്നവരായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവരെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഒരു ഗ്രൂപ്പിലെ പവർഫുൾ മാൻ ആയിരിക്കും, ഫിനാൻഷ്യലി സക്സസ്ഫുൾ, സ്ട്രോങ് ലീഡർഷിപ്പ്, ഹൈലി ഇന്റലിജന്റ്, ഇതൊക്കെ ആയിരിക്കും അവര്. പറയാനുള്ള കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് പറയുന്നവരായിരിക്കും. ആരെയും പേടി ഉണ്ടാവില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. മറ്റുള്ളവരെ ഇവരെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ആൾക്കാരെ എന്തും കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായിരിക്കും. ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ക്ലിയർ എയിം ഉള്ളവരായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയവരായിരിക്കും ഇവർ. എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് വന്നാലും നടപ്പിലാക്കുന്നവരും ആയിരിക്കും. സിനിമയിൽ ആൽഫ മെയിലിനോട് സാമ്യമുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബിയിലെ മമ്മൂട്ടി, ലൂസിഫറിലെ മോഹൻലാല്, ഇതൊക്കെ ആൽഫ മെയിലിനോട് സാമ്യമുള്ള ക്യാരക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ബീറ്റ മെയിലാണ്. ഇവർ ഭയങ്കര കൈൻഡ് ആയിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും, കോപ്പറേറ്റീവ് ആയിരിക്കും. ഇവർക്ക് ഈ അടി ഉണ്ടാക്കുന്നതിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. എപ്പോഴും സമാധാന പ്രിയരാണ് ഇവർ. പിന്നെ ഇവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേട്ടിരുന്നോളും. ഗ്രേറ്റ് ലിസണേഴ്സ് ആണ് ഇവർ. പിന്നെ ഇവരുടെ ഇമോഷൻസ് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇവരുടെ മുന്നിൽ നമ്മൾക്ക് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവർ നമ്മളെ ജഡ്ജ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഭയങ്കര എമ്പതറ്റിക് ആണ് ഇവർ. പിന്നെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഒപ്പം തന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ കൂടി ആയിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നവരാണ്. പിന്നെ ലോയൽ ആയിരിക്കും. ഒപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ളവർ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരായിരിക്കും. പിന്നെ മറ്റുള്ളവരോട് നോ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും. പിന്നെ കുറച്ച് ഷൈ ആയിട്ടുള്ളവരായിരിക്കും. അവരൊരു ഫോളോവർ ആണ്, ഒരിക്കലും ഒരു ലീഡർ അല്ല. ഒപ്പം തന്നെ ഹാർഡ് വർക്കിംഗ് ആണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു പീസ് മേക്കർ ആണ് ഈ ബീറ്റ മെയിൽ എന്ന് പറയുന്നത്. ഗേൾസ് പൊതുവെ ഇവരെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരിക്കലും ഒരു ലവറായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കില്ല. ഇതിന് മൂവി ക്യാരക്ടർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ ഇൻ ബത്ലഹേമിലെ സുരേഷ് ഗോപി നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ ബീറ്റ മെയിലിന്. ഇനി അടുത്ത പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ മെയിലാണ്. ഇതൊരു ആവറേജ് ഗായ് എന്ന് പറയാം. ഇവർ കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെക്കാളും മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവർക്കൊരിക്കലും മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടണമെന്നില്ല. ഒപ്പം തന്നെ അവരിന്നതാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തവരാണ് അവർ. പിന്നെ ഇവർ കുറച്ച് ദേഷ്യം കൂടുതലുള്ളവരായിരിക്കും. പിന്നെ പ്രൈവറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒപ്പം തന്നെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരുമായിരിക്കും. പിന്നെ അവരുടെ സ്പേസിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നവരായിരിക്കും, സീക്രട്ടീവ് ആയിരിക്കും. പിന്നെ സ്ത്രീകളുടെ മുന്നിൽ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ളവരായിരിക്കും ഇവർ. പിന്നെ ഇവരെന്ന് പറയുന്നത് സോഷ്യൽ സിറ്റുവേഷൻസ് എന്നൊക്കെ മാറി നിൽക്കുന്നവരായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ പഴയ കാലത്ത് അതുമൂലം ഒരുപാട് ഹേർട്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സോഷ്യൽ സിറ്റുവേഷൻസ് എന്നൊക്കെ മാറി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇവരെല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇവർ പുറത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ അവരുടെ സ്പേസിലിരിക്കുന്നതായിരിക്കും. നല്ലൊരു ഇൻട്രോവേർട്ടാണ് ഇവർ. പിന്നെ അവരുടെ ലൈഫിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ഇതൊന്നും അവരുടെ വെറും കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യില്ല. അവർക്ക് അത്രയും വിശ്വാസമുള്ളവരോട് മാത്രമേ ഇതൊക്കെ ഷെയർ ചെയ്യൂ. പിന്നെ അവർ ഒറ്റയ്ക്ക് ഹാപ്പി ആണെന്ന് അവരെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവരായിരിക്കും ഈ ഡെൽറ്റ മെയിൽ എന്ന് പറയുന്നത്. പിന്നെ അവർ ഹൈലി റൊമാൻറ്റിക് ആണ്. പിന്നെ അവരുടെ പാർട്ട്ണർക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ കൂടിയായിരിക്കും ഈ ഡെൽറ്റ മെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നവർ കൂടിയായിരിക്കും. പിന്നെ അവരാരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും മാപ്പ് കൊടുക്കൂല. റിവഞ്ച് മാത്രമായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ദൃശ്യത്തിലെ മോഹൻലാൽ. അടുത്തൊരു പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് വെച്ചാൽ ഗാമ മെയിലാണ്. ഇവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഇവർക്ക് എന്തിലാണോ പാഷൻ എന്ന് വെച്ചാൽ അതിൽ ഭയങ്കര കിടലെന്നായിരിക്കും.
ബാക്കിയുള്ള കാര്യത്തിലൊന്നും വലിയ നോളജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറവായിരിക്കും. തീരെ ഉണ്ടാവില്ല എന്നല്ല, എന്നാലും കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗാമ മെയിൽ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അവർ നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ എന്നാലും ബാക്കിയുള്ള കാര്യത്തിൽ ഇവർക്ക് ഇതുപോലെ വലിയ നോളജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ഇവരെക്കാൾ കൂടുതൽ അറ്റൻഷൻ സ്ത്രീകളുടെ മുന്നിൽ മറ്റുള്ള പുരുഷന്മാർക്ക് കിട്ടുന്നത് കൊണ്ട് മറ്റുള്ള പുരുഷന്മാരോട് ഭയങ്കര അസൂയുള്ളവരായിരിക്കും ഇവര് ഒരു ഓപ്പൺ ബുക്ക് പോലെയാണ്. എല്ലാവർക്കും ഇവരെ മൈൻഡ് പെട്ടെന്ന് വായിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ഇവരെ കുറിച്ചൊരു റോങ് ഇംപ്രഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും ഒരു തോൽവിയൊക്കെ ആയിട്ടാണ് അധികം കാണാറ്. ഇപ്പം ആരെങ്കിലും ഇവരെ സ്നേഹിക്കുന്നവരെയോ ഓപ്പൺ ആയിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് പ്രതികരിക്കൂല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊന്നും ഇവരോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ത്രീകൾ ഇവർക്കൊരിക്കലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഈ ഗാമ മെയിൽ സ്വയം അവരോട് തന്നെ നുണ പറയുന്ന കൂട്ടത്തിലാണ്. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവർക്കൊരു പെൺകുട്ടീനോട് ഇഷ്ടം തോന്നി, എന്നിട്ട് ആ പെൺകുട്ടിയെ പോയിട്ട് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ആ പെൺകുട്ടി നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാമ മെയിൽ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കും, അവള് ഭയങ്കര ഗ്രീഡിയാണ്, അതുകൊണ്ടാണ് തന്നോട് നോ പറഞ്ഞത്, അവളെ കിട്ടാത്തത് തന്റെ ഭാഗ്യാണ്, അങ്ങനെ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഗാമ മെയിൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇവരെ പാർട്ട്ണറായി കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യാണ് എന്ന് കരുതുന്നവരാണ് ഈ ഗാമ മെയിൽ. പിന്നെ ഇവരെന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒന്നിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് വന്ന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒന്നും ചെയ്യില്ല. ബാക്കിയുള്ളവരെന്താണോ ചെയ്യുന്നത് അവരെ ഫോളോ ചെയ്യുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ ഇവർ അതിന് ഒരു പാർട്ടാവും, അതിൻ്റെ ഒരു ഭാഗമാവും മാത്രമേ ചെയ്യുള്ളൂ. ഒന്നും മുന്നോട്ട് വന്ന് ചെയ്യില്ല, ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇവരെ പെട്ടെന്ന് സ്വാധീനിക്കാനാവും. ഇപ്പം ആരെങ്കിലും ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഹാപ്പി ആവും. അതുപോലെ തന്നെ ആരെങ്കിലും ഇവരെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് സാഡ് ആവുകയും ചെയ്യും. അപ്പൊ മറ്റുള്ളവരായാൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കപ്പെടുന്നവരാണ് ഈ ഗാമ മെയിൽ എന്ന് പറയുന്നത്. ഇവരെല്ലാവർക്കും പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ നല്ലൊരു ലിസണർ ആണ്, പിന്നെ എംപതറ്റിക് ആണ്, പിന്നെ ഇവര് നല്ലൊരു അഡ്വഞ്ചറസ് കൂടിയാണ്. ഇതിന് മൂവി ക്യാരക്ടർ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രകാശനിലെ ഫഹദ് ഫാസിൽ നല്ലൊരു എക്സാമ്പിൾ ആണ്. അടുത്തൊരു പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നതാണ് ഒമേഗ മെയിൽ എന്ന് പറയുന്നത്. ആൾക്കാർ ഒക്കെ ഇവരെ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ ശരിക്കും അവര് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാരല്ല. അതെന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ സൊസൈറ്റീനെ പറ്റി ചിന്തിക്കാറില്ല. ഇവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ഇവര് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്, സെൽഫ് സഫിഷ്യന്റ് ആണ്. പിന്നെ ഇവർക്ക് മറ്റാരുടെയും കമ്പനി ഒന്നും വേണ്ട. ഇവരുടെ തന്നെ കമ്പനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ മറ്റുള്ളവരൊന്നും കൺട്രോൾ ചെയ്യുന്നതൊന്നും ഇവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഇവർ മീനിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. ഒപ്പം തന്നെ റിലേഷൻഷിപ്പിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണമെന്ന് വിശ്വസിക്കുന്നവരും ആയിരിക്കും. ഇവർ ഭയങ്കര റെയറും യൂണീക്കും ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒമേഗ മെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ടാസ്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കൂല. ഇവർ ടൈം എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് എൻജോയ് ചെയ്തിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇവര് മറ്റുള്ളവരെ എങ്ങനെ കെയർ ചെയ്യേണ്ടതൊന്നും ഇവർക്ക് അറിയില്ല. പിന്നെ ഇവരൊരു ബാഡ് ലിസണർ ആണ്. ഇതിനൊരു മൂവി ക്യാരക്ടർ എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ കുറച്ചൊക്കെ ഇതിന് സാമ്യമുള്ളതാണ്. ഇനി ലാസ്റ്റ് പേഴ്സണാലിറ്റി ടൈപ്പാണ് സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. ഇവർ ഈ സൊസൈറ്റി ഉണ്ടാക്കിയ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ തീരെ ആഗ്രഹിക്കാത്തവരാണ്. ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇൻട്രോവേർട്ട് ആയിരിക്കും ഇവർക്ക് ഇവരുടേതായ കുറച്ച് പ്രിൻസിപ്പിൾസും വാല്യൂസും ഉണ്ട്. അത് മാത്രം ഫോളോ ചെയ്യുന്നവരായിരിക്കും ഈ സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഇവർ അധികം ആൾക്കാരൊന്നും ട്രസ്റ്റ് ചെയ്യില്ല. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ട്രസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അവർക്ക് എന്താണ് ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ക്ലിയർ വിഷൻ ഉള്ളവരായിരിക്കും ഈ സിഗ്മ മെയിൽ എന്ന് പറയുന്നത്. പിന്നെ അവർ ഈ ലിവ് ഇൻ ദ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് നാളെയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ ഈ ഒരു നിമിഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും ഈ സിഗ്മ മെയിൽ എന്ന് പറയുന്നവർ. പിന്നെ ഇവർ ഭയങ്കര യൂണീക്ക് ആയിരിക്കും. ഇവരുടെ സംസാരത്തിലായാലും ഡ്രസ്സിങ് സ്റ്റൈലിലായാലും എല്ലാത്തിലും ഒരു വ്യത്യസ്തത ഉണ്ടാവും ഇവർക്ക്. പിന്നെ ഇവരും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിൽ ഇവരിങ്ങനെ അഭിനയിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. പിന്നെ ഇവർ നല്ലൊരു ലിസണർ ആണ്.
പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പെട്ടെന്ന് ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു സിറ്റുവേഷനിലും നന്നായിട്ട് നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. പിന്നെ ഇവർക്ക് ആരെയും എന്നും പറഞ്ഞും വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ഇവരങ്ങനെ ചെയ്യുകയൊന്നും ചെയ്യില്ല, പക്ഷെ അങ്ങനെ ഒരു കഴിവ് ഇവർക്കുണ്ട്. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് സൈലൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പം ഇതിനൊരു മൂവി ക്യാരക്ടർ എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലിയിലെ DQന്റെ ക്യാരക്ടർ ഇതിനോട് കുറച്ചൊക്കെ സാമ്യമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഇതിൽ ഏത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത്?